കർണാടകയിലെ കുടജാദ്രി മലനിരകളുടെ താഴ്വാരയിൽ സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത്. ആദിപരാശക്തി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയുടെ കഥകൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, മൂകാസുരവധവും മൂകാംബിക എന്ന പേരും. പണ്ട് ഈ പ്രദേശത്ത് കൗമാസുരൻ എന്ന ശക്തനായൊരു അസുരൻ ജീവിച്ചിരുന്നു. അവൻ അമരത്വം നേടാനായി പരമശിവനെ കഠിന തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. അസുരന്റെ തപസ്സിൽ പ്രസന്നനായ ശിവൻ പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ദേവന്മാർ ഭയചരിതരായി. കൗമാസുരൻ വരം ചോദിച്ചാൽ അത് ലോകാവസാനത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ വിദ്യേശ്വരിയായ സരസ്വതി ദേവിയുടെ സഹായം അഭ്യർത്ഥിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കാൻ പറഞ്ഞ നിമിഷം സരസ്വതി ദേവി അസുരന്റെ നാവിലിരുന്ന് അവന്റെ സംസാരശേഷി ഇല്ലാതാക്കി. അങ്ങനെ വരം ചോദിക്കാൻ സാധിക്കാതെ പോയ കൗമാസുരൻ മൂകാസുരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കോപിഷ്ഠനായ മൂകാസുരൻ ദേവന്മാരെയും ഋഷിമാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിൽ ദുഷ്ടശക്തിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ആദിപരാശക്തി സർവ്വദേവന്മാരുടെയും ചൈതന്യം ഒന്നുചേർത്ത് ഒരു ദിവ്യരൂപം പൂണ്ടു. ദേവി തന്റെ സിംഹവാഹനത്തിലേറി വന്ന് മൂകാസുരനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകി. മൂകനെ വധിച്ച അംബിക ആയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് ലഭിച്ചത്. ഈ വധം നടന്ന സ്ഥലമാണ് ഇന്ന് മാരണഘട്ടെ എന്ന് അറിയപ്പെടുന്നത്. രണ്ട്, കോലമഹർഷിയും സ്വയംഭൂലിംഗവും. മൂകാസുരന്റെ ശല്യം കാരണം തപസ് നഷ്ടപ്പെട്ട കോലമഹർഷി എന്ന മുനി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായി വീണ്ടും കഠിന തപസ് അനുഷ്ഠിച്ചു. ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അവിടെ കുടികൊള്ളാൻ സമ്മതിക്കുകയും ചെയ്തു. കോലമഹർഷി പൂജിച്ചിരുന്ന സ്ഥലത്താണ് പ്രകൃതിയാൽ തന്നെ ഉണ്ടായ ഒരു സ്വയംഭൂ ശിവലിംഗം രൂപപ്പെട്ടത്. ഈ ലിംഗത്തിന്റെ മധ്യത്തിലൂടെ ഒരു സ്വർണരേഖ കടന്നു പോകുന്നുണ്ട്. ഇതിന്റെ ഒരു കാൽഭാഗം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളെയും മറുകാൽ ഭാഗം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ത്രിദേവിമാരെയും പ്രതിനിധീകരിക്കുന്നു. പരമശിവൻ തന്റെ കാൽവിരൽ കൊണ്ട് വരച്ച ശ്രീചക്രത്തിലാണ് ഈ ലിംഗം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. കോലമഹർഷിയുടെ പേരിൽ നിന്നാണ് കൊല്ലൂർ എന്ന സ്ഥലപ്പേരുണ്ടായത്. മൂന്ന്, ആദിശങ്കരാചാര്യരും വിഗ്രഹപ്രതിഷ്ഠയും. വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ജനിച്ച മഹാനായ സന്യാസി ആദിശങ്കരാചാര്യർ കുടജാദ്രി മലമുകളിലിരുന്ന ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായി കഠിന തപസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നനായി ജഗദംബിക പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ പ്രതിഷ്ഠിക്കണമെന്നുമാണ് ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടത്. ദേവി ഒരു നിബന്ധനയോടെ അത് സമ്മതിച്ചു. ഞാൻ നിന്റെ പുറകിലായി നടന്നു വരാം, പക്ഷെ നീ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ആ സ്ഥലത്ത് ഉറച്ചു പോകും. ശങ്കരാചാര്യർ മുന്നിലും ദേവി പിറകിലുമായി യാത്ര തിരിച്ചു. ദേവിയുടെ കാൽച്ചിലങ്കയുടെ ശബ്ദം കേട്ട് ദേവി കൂടെയുണ്ടെന്ന് ശങ്കരാചാര്യർ ഉറപ്പിച്ചു. എന്നാൽ കൊല്ലൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആ ചിലങ്കനാദം നിലച്ചു. പരിഭ്രാന്തരായ ശങ്കരാചാര്യർ നിബന്ധന മറന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയ ഉടനെ ദേവി അവിടെ ഉറച്ചു നിന്നു. നിബന്ധന ലംഘിച്ചതിനാൽ തനിക്കിനി മുന്നോട്ട് വരാൻ കഴിയില്ലെന്ന് ദേവി അറിയിച്ചു. എന്നാൽ ശങ്കരാചാര്യരുടെ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി ഒരു അനുഗ്രഹം കൂടി നൽകി. എല്ലാ ദിവസവും രാവിലെ ആദിത്യ ദർശനം കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലായിരിക്കും. അവിടെ ചോറ്റാനിക്കര അമ്മയെ കീഴ്ക്കാവിൽ സരസ്വതിയായി ആരാധിക്കുന്നു. അതിനുശേഷമേ കൊല്ലൂരിൽ പൂജകൾ ആരംഭിക്കും. ശങ്കരാചാര്യർ താൻ ധ്യാനത്തിൽ ദർശിച്ച ദേവിയുടെ ചതുർബാഹുകളോട് കൂടിയ പത്മാസനസ്ഥയായ സുന്ദരമായ വിഗ്രഹം, പഞ്ചലോക വിഗ്രഹം ആ സ്വയംഭൂ ലിംഗത്തിന് പുറകിലായി പ്രതിഷ്ഠിച്ചു. അദ്ദേഹം തന്നെയാണ് ക്ഷേത്രത്തിലെ പൂജാവിധികളും ക്രമീകരിച്ചത്. ഇന്ന് ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന പീഠം ശങ്കരപീഠം എന്ന പേരിൽ ക്ഷേത്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. മറ്റ് പ്രത്യേകതകൾ നോക്കാം. സൗപർണിക നദി. സുവർണൻ എന്ന ഗരുഡൻ തപസ് ചെയ്ത് മോക്ഷം നേടിയതിനാലാണ് ക്ഷേത്രത്തിനരികിലൂടെ ഒഴുകുന്ന പുഴയ്ക്ക് സൗപർണിക എന്ന പേര് വന്നത്. അനേകം ഔഷധ ചെടികളെ സ്പർശിച്ചൊഴുകി വരുന്നതിനാൽ ഈ നദിയിലെ സ്നാനം സർവ്വരോഗ ശമനമായി കരുതപ്പെടുന്നു. വിദ്യാവിജയം. വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമായ കേന്ദ്രമാണിത്. നവരാത്രി കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത്. ഹിന്ദു രക്ഷാ